കൈ വെച്ചിരുന്നാ അത് മനസ്സിലാക്കണം. ഞാൻ വെറുതെ കള്ളം പറഞ്ഞല്ല, അങ്ങ് കള്ളം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ സത്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങക്ക് ബഹുമാനപ്പെട്ട വഞ്ചൂർ കൗൺസിലർക്ക് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞ എല്ലാത്തിലും ഇടപെട്ടില്ലല്ലോ. ഇത് ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചത്. ബഹുമാനപ്പെട്ട വഞ്ചൂർ കൗൺസിലർക്ക് അപ്പൊ രാത്രി ആയപ്പോൾ അവിടെ വിളിക്കുകയാണ്, അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എത്ര മണിക്കാണ് വിളിച്ചത്? രാത്രി വിളിച്ചത് 12 മണിക്ക്. ഇല്ല, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു പറയാം. അല്ല, ഇത് കാരണം ഞാൻ നേരിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്നു. സൂപ്പർ മേയർ അവിടെ ചടഞ്ഞാൽ മതി. ആ സൂപ്പർ മേയർ ഇങ്ങോട്ട് ചാടിച്ച് കഴിക്കാൻ പറ്റില്ല. സൂപ്പർ മേയർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംസ്കൃത കോളേജ് പറയാം. സംസ്കൃത കോളേജ് സംഭവിച്ചത് എന്താ? അവിടുത്തെ ഞാൻ പറയാമല്ലോ, അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടുത്തെ ഹെൽത്ത് കോർപ്പറേഷന്റെ ആ ടിപ്പർ ചവർ കയറ്റാൻ അവിടെ ഇരുന്ന ടയർ കുത്തി കീറും, എടുത്തുകൊണ്ട് പുറത്തു പോകണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് ടിപ്പർ കയറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജ് ആയിരിക്കും ഇദ്ദേഹം പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് എങ്ങനെ ഉണ്ടായിരുന്ന? അതല്ല ആയിരിക്കാം. സംസ്കൃത കോളേജില് ഇപ്പോൾ ക്യാമറയും കൊണ്ട് സൂക്ഷ്മമായിട്ട് അതിൽ പായസവും പഴവും തമ്മിൽ ചേർന്നിട്ടുണ്ടോ, അതിൽ കൊതുമ്പ് വേറെയാണ് ചൂട്ട് വേറെയാണെന്ന് നോക്കുന്നു. അങ്ങനെ റിസർച്ച് ചെയ്ത് ആരും പോയില്ല, ആർക്കും സമയം കിട്ടിയില്ല. അത് ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ അന്വേഷിക്കുന്നു. പക്ഷേ അവരുടെ ഫോൺ നമ്പർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാൽ അവരെ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ല. എല്ലാ കാലവും നടക്കാറുള്ളതാണ്, കൃത്യമായി അത് പരിപാലിച്ച് പോകുന്നതുമാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ സംഭവങ്ങൾ ചിലത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. 1-2 കാര്യങ്ങളാണ്. അതിലൊരു കാര്യം, പൊങ്കാല നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള ചെളിക്കെട്ട് കണ്ടു കാണുമല്ലോ. ആ ചെളിക്കെട്ട് നമ്മുടെ സ്ഥലമല്ല, നഗരസഭയുടെ സ്ഥലമല്ല, അവരുടെ സ്ഥലമാണ്. പക്ഷെ അവിടെ പൊങ്കാല ഇടാൻ വന്ന ഒട്ടനവധി ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. വയൽ പോലെ കിടക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ വന്നാൽ പൊങ്കാല ഇടാൻ വരുന്നവരെ അവർക്ക് സൗകര്യപ്രദമായി പൊങ്കാല ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അവിടെ ചെളിയാവാൻ കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയാണ്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ നമ്മുടെ സ്വകാര്യ ഭൂമിയാണെങ്കിലും അവരോടത് അടിയന്തരമായി അവിടെ എന്തെങ്കിലും വൃത്തിയാക്കി, ഇപ്പോൾ ചല്ലി കൊണ്ടിറക്കി അതിനെ ഉയർത്തി അവിടെ കെട്ടിയിരിക്കുന്ന വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കി അവിടെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ പറയുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്വം. അത് നിറവേറ്റിയില്ല എങ്കിൽ നമുക്ക് അത് ആ കാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ആ കാശ് ഈടാക്കാൻ പറ്റും. നമ്മളത് പറയാൻ കാരണം, നമ്മുടെ ഇപ്പോൾ പ്രദേശങ്ങളിലും പല വാർഡുകളിലും പരിശോധിച്ചാൽ ഭൂമി പല വീടും കെട്ടിടങ്ങളും അടച്ചിട്ട് അവിടുത്തെ വസ്തുവും ആളില്ലാതെ അവരെല്ലാം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കഴിയുന്നവരാണ്. അത്തരം സ്ഥലങ്ങളിൽ പാമ്പ് കയറി കിടക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു എന്ന് പരാതി ഇവിടെ മേയറുടെ മുമ്പിലും ചെയർമാൻ്റെ മുമ്പിലും ഒക്കെ എത്താറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അവിടുത്തെ JHI തുടങ്ങിയവർ ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥരോട് അത് ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ അന്വേഷിക്കുന്നു. പക്ഷേ അവരുടെ ഫോൺ നമ്പർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാൽ അവരെ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ല എന്നുള്ള ഭാവമാണ്. പക്ഷേ നമുക്ക് അവിടെ കാട് വെട്ടിക്കളയണം, സൗകര്യം ഒരുക്കണം, അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചെയ്യാറുള്ളത് അവിടെ കയറി ആ കാട് വെട്ടിക്കളഞ്ഞിട്ട് അവരുടെ വസ്തുവിൽ അതിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ ഇവിടെ അവർ നാളെ ഒരു കെട്ടിടം വെച്ചാലോ കെട്ടിടം പണി ചെയ്താലോ നഗരസഭയെ സമീപിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പൈസ ഈടാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ കാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊന്ന്, പൊങ്കാല കഴിഞ്ഞാൽ പൊങ്കാലയുടെ അന്ന് തന്നെ എല്ലാ ഭാഗവും വൃത്തിയാക്കാൻ കഴിയില്ല. നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് വൃത്തിയാക്കാറുള്ളത്. പക്ഷെ നമുക്ക് അടുത്ത ദിവസവും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസവും കൂടി എടുത്തുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം സംഭവിച്ചത്, ഞാനും യഥാർത്ഥത്തിൽ അങ്ങനെയെല്ലാം രാത്രി കോടതിയിൽ നിന്ന് വിളിക്കുകയാണ്, ജില്ലാ കോടതിയിൽ. അപ്പോൾ ജില്ലാ കോടതിയിൽ ജില്ലാ ജഡ്ജി കൂടി പങ്കെടുത്തുകൊണ്ടൊരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട മേയർ ഒരു പ്രാവശ്യം പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് ഞാനില്ലായിരുന്നു. അടുത്ത ദിവസം ജഡ്ജി വിളിച്ചിരുന്ന ആ മീറ്റിങ്ങിൽ രാത്രി തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രാത്രി ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കുകയാണ്, അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എത്ര മണിക്കാണ് വിളിച്ചത്? രാത്രി വിളിച്ചത് 12 മണിക്ക്. ഞാൻ പറഞ്ഞു. ഇത് കാരണം ഞാൻ നേരിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്നു.
മേയർ ഉണ്ടായിരുന്നു, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, മരാമത്ത് ചെയർപേഴ്സൺ GS മഞ്ജു ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, HS ബിജു ഉണ്ടായിരുന്നു. ഞങ്ങൾ 11:55 കോടതിയുടെ മെയിൻ ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നിട്ടാണ്, ഞങ്ങൾ ചാക്കയിൽ നിന്നാണ് വരുന്നത്, അവിടെ നിന്നിട്ടാണ് തൊഴിലാളികളെ കൊണ്ട് ക്ലീൻ ചെയ്ത തൊഴിലാളികളോടൊപ്പം നിന്നു. പഴയ CJM ബഹുമാനപ്പെട്ട രാഗിരവികുമാർ തന്നെ പഴയ CJM കോടതിയിൽ നിന്ന് താഴെ, മുൻപത്തെ CJM കോടതിയിൽ നിന്ന് താഴെ ഇറങ്ങി നിന്ന ലൈറ്റിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എന്നിട്ട് പുറത്തിറങ്ങി നിന്നപ്പോഴാണ്, മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകാൻ പുറത്തിറങ്ങി നിന്നപ്പോഴാണ് തൊഴിലാളികൾ ക്ലീൻ ചെയ്തിട്ട് വരുന്നത്. പിന്നീട് അവർക്ക് പോകേണ്ടിയിരുന്നത് ആയുർവേദ കോളേജിലാണ്. അവർ ചൂലും ആയിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ ആയുർവേദ കോളേജ് വരെ വെറുതെ നടന്ന് 12 മണിക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് GS മഞ്ജുവിനെ അവിടെ നിർത്തി മഞ്ജുവിൻ്റെ കാറിൻ്റെ ഡിക്കി തുറന്ന് ഞാനും കൂടെ നിന്നാണ് ആ ചൂലിനെ മുഴുവൻ വാരി, ഞാൻ കൂടെ ആ ഡിക്കി തുറന്നിട്ട് എങ്ങനെ ചൂല് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ചൂലിൽ ആ ഡിക്കിക്കകത്ത് വെച്ച് മഞ്ജു ഓടുന്നതിന് ശേഷം ഈ വനിതാ തൊഴിലാളികളെ ആ GS മഞ്ജുവിൻ്റെ കാറിൽ കൊണ്ട് ആയുർവേദ കോളേജിൽ വിട്ട് ആ കാർ തിരിച്ചു വന്ന് മഞ്ജുവിനെ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് കരമന ഭാഗത്തേക്ക് വിട്ടിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ഇത് 12:10 ആയപ്പോൾ 12:20 ആയപ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞു. 12 മണിക്ക് മുമ്പ് വഞ്ചൂർ കോടതി പരിസരത്തുള്ള മേയർ സാക്ഷ്യം വഹിച്ചാണ് മുഴുവൻ മാലിന്യം മാറ്റിയെന്നുള്ളത്. ഇനി അങ്ങേക്ക് ബഹുമാനപ്പെട്ട വഞ്ചൂർ കൗൺസിലർക്ക് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞ എല്ലാത്തിലും ഇടപെട്ടില്ലല്ലോ. ഇത് ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചാൽ ബഹുമാനപ്പെട്ട വഞ്ചൂർ കൗൺസിലർക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ലീനിങ് തൊഴിലാളികളായുള്ള അമ്മമാരോട്, ആ വനിതകളോട് ചോദിച്ചാൽ ഈ മിനിറ്റ് സഹിതം അവർ പറയും. കാരണം അവർ നടന്നു പോയപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചാണ് മഞ്ജുവിന്റെ കാറിൽ കൊണ്ടാക്കാൻ പറഞ്ഞത്. ഇനി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഇത് ഞാൻ സാക്ഷ്യം വെച്ചതാ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മേയർ ഇടയ്ക്ക് പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാൻ സാക്ഷ്യം വഹിച്ച കാര്യമായതുകൊണ്ടാ. ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ. ഞാൻ പറഞ്ഞോട്ടെ. തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുകയല്ല. രാത്രി 12 മണി മുമ്പ് കൃത്യമായി 12 മണിയാണോ എന്ന് വാച്ച് നോക്കിയല്ലേ പറഞ്ഞത്. ഏതായാലും 11:30 മണി കഴിഞ്ഞ് കാണും. എന്നോട് അഡ്വക്കേറ്റ് വള്ളക്കടവ് മുരളി, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാമല്ലോ, ബഹുമാനപ്പെട്ട മേയർക്ക് പരിചയമുള്ള ആളാണല്ലോ. വള്ളക്കടവ് മുരളി രാത്രി എന്നെ കുടുംബ കോടതിയിലെ ജഡ്ജി അയാളെ വിളിച്ച് പറയുകയാണ് അത് നീക്കം ചെയ്തില്ല, ഒന്ന് ഇടപെടണം. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, അതിനകത്ത് ലൈറ്റില്ല. അവിടുത്തെ ലൈറ്റ് സംവിധാനം ഒരുക്കുന്നത് നമ്മളാണോ? പഞ്ചൂരെന്നുള്ളവരാണ് അത് ലൈറ്റ് എല്ലാ പ്രാവശ്യവും ഒരുക്കി കൊടുക്കുന്നത്. ലൈറ്റുകാരന്മാരെടുത്ത് രാത്രി 1 മണി വരെ നിൽക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കുമോ? അവന്മാർ അഴിച്ചോണ്ട് പോയി. വെളിച്ചമില്ല എന്നുള്ള പരാതിയാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ ഉടൻ തന്നെ ആ നിമിഷം വൈകുണ്ഠനാണ് സെക്രട്ടേറിയറ്റ് സർക്കിളിൻ്റെ HI, അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് വരുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, സാറേ ഇവിടെ ലൈറ്റില്ല, അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, എനിക്കതറിയാം HI, അത് നിങ്ങളെ കുഴപ്പമല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ പ്രധാനമായി കാണുന്ന ഭാഗം ചെയ്യും, എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത ദിവസം ചെയ്താൽ മതി. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഞാൻ അയാൾക്ക് പറഞ്ഞത്. അത് മനസ്സിലാക്കണം. ഞാൻ വെറുതെ കള്ളം പറഞ്ഞാണ്. അല്ല, അങ്ങ് കള്ളം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ സത്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനവിടെ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. 12 മണിക്കൂർ അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ക്ലീൻ ചെയ്ത് പൂർണ്ണമായില്ല. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. അത് കഴിഞ്ഞു. അല്ല, ക്ലീനിങ് ഒക്കെ RDOയും ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇരിക്കട്ടെ, ശരി. ക്ലീൻ കഴിഞ്ഞെന്ന് പറഞ്ഞാലേ വേറെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് തർക്കിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം, ഈ ചർച്ച മുമ്പോട്ട് പോകുന്നതിന് ഒരു കാര്യം പറയാം. മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നെങ്കിലും വളരെ കൃത്യമായിട്ട് മുൻ വർഷങ്ങളിൽ നിയന്ത്രിച്ച അതേ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്തു. ഇനി മുൻ വർഷങ്ങളിലൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഈ മാലിന്യം കിടക്കുന്നത് കൊണ്ട് ആരും ക്യാമറയും കൊണ്ട് പോയില്ല. ആരും പോയില്ല. പ്രതിപക്ഷവും പോയില്ല, ഭരണപക്ഷവും പോയില്ല, മാധ്യമങ്ങളും പോയില്ല. ഇപ്പോൾ ക്യാമറയും കൊണ്ട് സൂക്ഷ്മമായിട്ട് അതിൽ പായസവും പഴവും തമ്മിൽ ചേർന്നിട്ടുണ്ടോ, അതിൽ കൊതുമ്പ് വേറെയാണ് ചൂട്ട് വേറെയാണെന്ന് നോക്കുന്നു. അങ്ങനെ റിസർച്ച് ചെയ്ത് ആരും പോയില്ല, ആർക്കും സമയം കിട്ടിയില്ല. ഇപ്പോൾ അതിന് കുറച്ച് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ. അവിടെ പൂവും പഴവുമായി ചേർന്ന് നടക്കുന്നതെന്നല്ല ഞാൻ പരിശോധിക്കാൻ പോയത്. മേയർ മനസ്സിലാക്കേണ്ടത്, സംസ്കൃത കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറഞ്ഞോളാം. സംസ്കൃത കോളേജ് പറയാം. അല്ല, അത് സംസ്കൃത കോളേജ് സംഭവിച്ചെന്താ? അവിടുത്തെ ഞാൻ പറയാമല്ലോ, അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അവിടുത്തെ ഹെൽത്ത് ബഹുമാനപ്പെട്ട ഗിരികുമാർ, ഞാൻ പറയാം, ബഹുമാനപ്പെട്ട കൗൺസിലർ ഒരു മിനിറ്റ് ഇരിക്കണം. മേയർ ഒന്ന് ഇടപെട്ടോട്ടെ. ഞാൻ പറയാം, KSRTCയും കോർപ്പറേഷനും സാധാരണ ചെയ്യുന്നത് എന്താണ്? KSRTC ബസ്സുകളും കോർപ്പറേഷൻ ടിപ്പറുകളും തലേ ദിവസം തന്നെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടിടും. ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ കോർപ്പറേഷൻ സമാഹരിച്ച 200 ടിപ്പറുകൾ HSന്റെയും HOയുടെയും നിർദ്ദേശപ്രകാരം എവിടെ നിന്നാണോ ചവറെടുക്കേണ്ടത് അവിടെ തലേ ദിവസം ഉച്ചയ്ക്ക് തന്നെ
കൊണ്ട് പ്ലാൻ ചെയ്തു. അതായത് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച്, അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ച് മേയർ പറഞ്ഞാണ് പലയിടത്തും പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്. KSRTC ഇട്ടു. തിരുവനന്തപുരത്തെ ഒരു പ്രമാദമായ കോളേജിനകത്ത് 2 ടിപ്പർ കൊണ്ട് തലേ ദിവസം ഇട്ടപ്പോഴേക്കും അവിടുത്തെ ചില വിദ്യാർത്ഥികൾ വന്നിട്ട്, ഇത് കിട്ടിയ വിവരമാണ്, ഞാൻ നേരിട്ട് കണ്ടല്ല, പറഞ്ഞറിഞ്ഞ വിവരമാണ്, ഉദ്യോഗസ്ഥർ പറഞ്ഞറിഞ്ഞ വിവരമാണ്. ആ ടിപ്പർ അവിടെ ഇട്ടിരുന്നാൽ, കോർപ്പറേഷന്റെ ആ ടിപ്പർ ചവറ് കയറ്റാൻ അവിടെ ഇട്ടിരുന്നാൽ ടയർ കുത്തി കീറും, എടുത്തുകൊണ്ട് പുറത്തു പോകണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ ടിപ്പർ എടുത്ത് പുറത്തിട്ടു. ടയർ കുത്തി കീറും, കോർപ്പറേഷന്റെ ടിപ്പർ ചവറ് മാറ്റാനായാലും ഇവിടെ ഇടാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ HI ടിപ്പർ മാറ്റുകയും പിറ്റേ ദിവസം ടിപ്പർ അവിടെ വരാൻ പറ്റാതാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആ ചവറ് 4ാമത്തെ ദിവസം നിങ്ങൾ മാറ്റാൻ ചെന്നപ്പോൾ അവിടെ മാറ്റാൻ വേണ്ടി ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ടായത്. അന്ന് ടിപ്പർ അവിടെ ഇട്ടിരുന്നെങ്കിൽ ആ ചവർ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇനി അങ്ങേക്ക് കോളേജുകളെ കുറിച്ച് പറയാം. ഞാൻ കോളേജിന്റെ പേര് പറയുന്നില്ല, കോളേജ് അവമാനിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതായിട്ട് കരുതരുത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം മേയർ ഇടയ്ക്ക് കയറി സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ മര്യാദ അനുസരിച്ചിരുന്നത്. ഞാനിത് അനുഭവിച്ച കാര്യവും ചെയ്ത കാര്യവുമാണ്. ഇതെല്ലാം കൃത്യമായി ക്ലീൻ ചെയ്തു എന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. ഇവിടെ സംസ്കൃത കോളേജിൽ ഒരു ഇഷ്ടിക പോലും എടുത്തു മാറ്റുകയോ അവിടുത്തെ മാലിന്യം തൂത്ത് നീക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അത് എന്നാണെന്ന് ചോദിച്ചാൽ പൊങ്കാല നടന്നത് 3-ാം തീയതി, ഞായറാഴ്ച എന്ന് പറയുന്നത് എത്രാം തീയതിയാണ്? ഞായറാഴ്ച ദിവസം രാവിലെ അവിടെ നിന്ന് എൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം നിൽക്കുകയാണ്. അവിടെയാണ് ടിപ്പർ കയറ്റാൻ പറ്റിയില്ല. അതല്ല, അത് യൂണിവേഴ്സിറ്റി കോളേജ് ആയിരിക്കും ഇദ്ദേഹം പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായിരുന്ന അതല്ല ആയിരിക്കാം. അല്ല, സംസ്കൃത കോളേജില് ഇത് ഒന്ന് ബഹുമാനപ്പെട്ട വഞ്ചൂർ കൗൺസിലർ, ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു നയാ പൈസയുടെ ജോലി ചെയ്യാതെ അവിടെ മുഴുവൻ മാലിന്യം കൊണ്ട് കൂമ്പാരമായിരുന്നു എന്നുള്ളത് അവിടെ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ അതിന് ആവശ്യമില്ല. അത് കൈവച്ചിരുന്നാൽ ഇത് ഗിരികുമാർ അല്ല, അതായത് ബഹുമാനപ്പെട്ട സൂപ്പർ മേയറോട് പറയാനുള്ളത്, സൂപ്പർ മേയർ അവിടെ ചടഞ്ഞാൽ മതി. ആ സൂപ്പർ മേയർ ഇങ്ങോട്ട് ചാടിച്ച് കഴിക്കാൻ പറ്റില്ല. സൂപ്പർ മേയർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സാക്കിയിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ GS മഞ്ജു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ GS മഞ്ജു വായിക്കൂ, അജണ്ട നമ്പർ വായിക്കൂ. സർ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ പേജ് നമ്പർ 205 1 മുതൽ 100 മെയിൻ അജണ്ട ആയിട്ട് തന്നിട്ടുള്ളതില് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയിൽ ചർച്ച എന്തെങ്കിലും ഉണ്ടോ? മെയിൻ അജണ്ടയില് 17ഉം 34ഉം ഒരേ വർക്കാണ്. അതിൽ സ്ഥലം ഏറ്റെടുക്കുന്നതും ഒരു അജണ്ടയിൽ വന്ന് മറ്റേ വന്നത് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല. അതൊഴിച്ച് ബാക്കിയുള്ളത് പാസ്സാക്കണമെന്ന് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. ടൗൺ പ്ലാനിംഗ് അജണ്ട നമ്പർ. ബഹുമാനപ്പെട്ട മേയർ, ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ അജണ്ടകൾ 2 എണ്ണമാണ്. 47, 72, 323 ഫയൽ നമ്പർ 2025. അതുപോലെ രണ്ടാമത്തേത് 16, 76, 842 2024. ഈ 2 അജണ്ടകളും പാസ്സാക്കണമെന്ന് ബഹുമാനപ്പെട്ട കൗൺസിലിനോട് അഭ്യർത്ഥിക്കുക. അതുപോലെ തന്നെ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 34, 35 അജണ്ടകൾ മാറ്റിവെച്ച് ബാക്കി എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. കൗൺസിൽ അവസാനിച്ചിരിക്കുന്നു.